സോറി, ഞാൻ അപ്പോഴത്തെ ആ സിറ്റുവേഷനിൽ താൻ മരിക്കാൻ വേണ്ടി ചെയ്താന്ന് മനസ്സിലായി. പക്ഷെ എന്തിനായിരുന്നു? പറയാൻ താല്പര്യമില്ലെങ്കിൽ പറയണ്ട കേട്ടോ. താൻ ഒരുപാട് ടെൻഷനാണ്. ഒന്ന് റിലാക്സ് ആവടോ. നമുക്ക് നടന്നാലോ? ആ മാധവേട്ടാ. ആ ഹരിയാ, എവിടെയപ്പോ കാണാറില്ലല്ലോ? ആ അവിടെയൊക്കെ ഉണ്ടെന്നേ. മാധവേട്ടാ, 2 സ്പെഷ്യൽ ടീ. കഴിക്കാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. അത് ശരിയാവില്ല. മാധവേട്ടാ, കഴിക്കാൻ എന്താ ചെറുത്തോ? ആ ശരിടാ. എനിക്കിപ്പൊന്നും വേണമെന്നില്ല. അതെന്നാ ചായ മാത്രം മതിട്ടാ. ആ ശരി ശരി. എന്താ കാര്യം, സുഖം തന്നെയല്ലേ? സുഖം തന്നെ മാധവേട്ടാ. ഈ കുട്ടി ഏതാ മോനെ? ഇതിനിപ്പോ കടലിൽ നിന്ന് കിട്ടിയതാ. എന്താന്ന്? ജസ്റ്റ് പരിചയപ്പെട്ടോളൂ. ചായ കുടിക്കാൻ വേണ്ടി കമ്പനിക്ക് കൊടുന്നതാ. അത്രേ ഉള്ളൂ. അതെല്ലേ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പിന്നെ ദൈവം തന്ന ജീവൻ നമുക്ക് കളയാൻ അവകാശമില്ലടോ. അവകാശം എനിക്കിപ്പോൾ എന്നിലല്ലാതെ വേറൊന്നിലും അവകാശമില്ല. അതെങ്കിലും ഞാൻ എടുത്തോട്ടെ. അതെ, ഭീരുക്കളാണ് മരിക്കുന്നത്, ജീവിതത്തെ നേരിടാൻ ധൈര്യമില്ലാത്തവര്. അതെ, എനിക്ക് ഇയാളുടെ അത്ര ധൈര്യമില്ല. സമ്മതിച്ചു. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? അതെ, തനിക്കെന്താ പ്രശ്നം ഇങ്ങനെ കടലിൽ ചാടി ചാവാൻ തോന്നാൻ? പറയ്, പരിഹാരം ഉണ്ടോ നോക്കാന്നേ. അച്ഛൻ കുഞ്ഞിലെ തന്നെ മരിച്ചു. എനിക്ക് താഴെ ഒരു അനിയനും അനിയത്തിയും. അമ്മയ്ക്കൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചു. ഡിഗ്രി ഫൈനൽ എക്സാം ആയപ്പോൾ അമ്മയ്ക്കൊരു ആക്സിഡൻറ്റ് പറ്റി. പിന്നെ കുടുംബത്തിൻ്റെ മൊത്തം ഭാരം ഞാൻ ഏറ്റെടുത്തു. അമ്മയുടെ ചികിത്സ, കൂടപ്പിറപ്പുകളുടെ പഠിപ്പ്, എല്ലാം അവരെല്ലാം പഠിച്ച് നല്ല നിലയിലായി. വിവാഹവും കഴിഞ്ഞു. അമ്മ മരിച്ചതിന് ശേഷം ഞാൻ അവർക്ക് ശല്യമായി. അവരുടെ കാര്യം നോക്കുന്ന തിരക്കിലേ ഞാൻ എൻ്റെ പ്രണയം പോലും മറന്നുപോയി. ഇപ്പൊ അവർക്ക് എന്നെ കാണും തന്നെ ദേഷ്യ. എടോ, എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വേദന കാണും. സാരല്ലടോ, പോട്ടെ. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ടോ. ഇനിയെങ്കിലും അവനവന് വേണ്ടി ജീവിക്കും, അല്ലാതെ കടലിൽ പോയി ചാവുകയല്ല. താൻ പറഞ്ഞത് സത്യ. പെട്ടെന്ന് എല്ലാവരും തള്ളി പറഞ്ഞപ്പോൾ ഞാനാകെ തകർന്നു പോയിടോ. തനിച്ചായിപ്പോയി. എടോ, ഈ ലോകത്തിലെല്ലാവരും തനിച്ച് തന്നെയാണ്. ജനിക്കുന്നതും മരിക്കുന്നതും ഒറ്റയ്ക്കാണ്. അതിനിടയ്ക്കുള്ള കുറച്ച് നാൾ തന്നെ ഒറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണോ?
സർവമംഗളദായിനി വിരാജിനി വിളങ്ങുന്ന പുണ്യനിലയമേ അമ്മേ ഭഗവതി എന്നും നിന്നിലൻ അഭയം തേടിടുന്നു നിത്യം. സർവമംഗളദായിനി വിരാജിനി വിളങ്ങുന്ന ആഹാ, അമ്പലത്തിൽ വന്നിട്ടുണ്ടല്ലോ ഒന്ന്. ആ ഭഗവതിയോട് പ്രാർത്ഥിച്ച് തുടങ്ങാന്ന് കരുതി. ആ, അതെന്തായാലും നന്നായി. ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ശുഭമാവും. ആട്ടെ, എന്തായി കാര്യങ്ങളൊക്കെ? എക്സാം എഴുതാൻ വേണ്ടി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3 മാസം കഴിഞ്ഞ എക്സാമാ. കുറച്ച് സമയമുള്ളൂ ഇനി. നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതൊരു ഭാരമാവില്ല. താൻ ജയിക്കുന്നേ. താനിപ്പോ എവിടെ താമസം? ഞാനിപ്പോ ഫ്രണ്ടിന്റെ വീട്ടിലെ പെയിൻ ഗസ്റ്റായി താമസിക്കാം. അതേതായാലും നന്നായി. പിന്നെ താൻ ഹാപ്പിയാണല്ലോ, അത് മതി. എന്നാ ശരി, പോട്ടെ. ആ, കുട്ടിയുടെ വീട് എവിടെയാ? ആ, മുല്ലശ്ശേരി. കുട്ടി അരിയാണോ അന്വേഷിക്കുന്നത്? ആ, 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കണോ? അത് ഞാൻ വെറുതെ. അവൻ അങ്ങനെയാണ്. പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് ഒരു പോക്ക് പോകും. എവിടേക്കാണെന്നൊന്നും ആരോടൊന്നും പറയില്ല. പിന്നെ പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് തിരിച്ചു വരും. എങ്ങനെ ജീവിച്ചിരുന്നവനാ. ഇപ്പം എല്ലാം പോയി. മനുഷ്യൻ്റെ ഓരോരോ അവസ്ഥകളെ എന്താ പറയാ. ആ, ദേ വരണോ. ചേട്ടാ, എന്താ പറ്റത് ഹരിക്ക്? കുട്ടിക്ക് ഹരിയെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലേ? ഇല്ല, എനിക്ക് ബീച്ച് വെച്ചുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഹരി എൻ്റെ സുഹൃത്തിൻ്റെ മകനാ. ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ അച്ഛൻ മരിച്ചു. അവൻ്റെ അധ്വാനം കൊണ്ട് അവൻ ധാരാളം സമ്പത്തുണ്ടാക്കി. എന്നാലും അതിൻ്റെ അഹങ്കാരമൊന്നും അവനുണ്ടായിരുന്നില്ല. പിന്നെ പാവപ്പെട്ട ഒരു കുട്ടിയെ അവൻ വിവാഹം ചെയ്തു. എന്നിട്ട് ആ, ദേ വരുന്നടാ, ഇപ്പൊ എടുത്തു തരാ. കുട്ടി ഇവിടെ ഒന്നും അല്ലേ? അല്ല, അത് പിന്നെ ഞാൻ ഹരിയെ കുറിച്ച് കേട്ടപ്പോ. ഹരി ആ കുട്ടിക്ക് നല്ലൊരു ജോലിയാക്കി കൊടുത്തു. അവന്റെ ബിസിനസ് ഒന്ന് താർന്നപ്പോ അവന്റെ കൂടെ നിൽക്കുന്നതിന് പകരം അവന്റെ ഭാര്യ അവന്റെ പാർട്ട്ണറൊപ്പം ഒളിച്ചോടിപ്പോയി. ഇതറിഞ്ഞ് അവന്റെ അമ്മയും മരിച്ചു. അവൻ മൊത്തത്തിൽ ആകെ താർന്നുപോയി. പിന്നെ എത്ര നേരം നിൽക്കണു? ആ, എടാ വരുന്നു. ആ, നിത്യ വന്നോ? ചിരിക്കുന്ന ആ മുഖത്തിന് പിറകിൽ ഇത്ര വലിയ സങ്കടം ഒളിപ്പിച്ചിരുന്നുവല്ലേ ഹരി. ഇയാൾ അനുഭവിച്ച സങ്കടത്തിന് മുന്നിൽ എൻ്റെ സങ്കടമൊക്കെ നിസ്സാരം. എന്താ വീണ്ടും ചാടി ചാവള പുറപ്പെടാണോ? അല്ല,
ഇതാരാണാവോ? ഈ ഉള്ളവളൊക്കെ ഓർമ്മയുണ്ടോ? പിന്നല്ലാതെ ഓർക്കാതിരിക്കോ ഇയാളെ? ഉവ്വ് ഉവ്വ്, ഒരു ദിവസം ഒരു മോട്ടിവേഷൻ തന്നു പോയ ആളാ. പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല. അതൊരു യാത്ര പോയതാ. കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ. എന്നിട്ട് ശരിയായോ എല്ലാം? ഓൾമോസ്റ്റ് എല്ലാം ഇപ്പം സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെ കാണാം. ആഹാ, പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ വരും ഇങ്ങോട്ട്. ഇയാൾ എന്തെങ്കിലും ഇങ്ങോട്ട് വന്നാലും ഓർത്ത് ഞാനത് സ്വപ്നവും കണ്ടു. ആഹാ, അവൻ്റെ കാത്തിരിക്കായിരുന്നു അയാള്. അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല. ഒരു രണ്ടാം ജന്മം എനിക്ക് തന്നത് ഹരിയേട്ടനാണ്. പിന്നെ വേറെ ആരുമില്ലല്ലോ. അല്ല, പഠിപ്പൊക്കെ ഇപ്പം എന്തായി? തൻ്റെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുത്തോ? ഞാനിപ്പോൾ ഇവിടുത്തെ എയ്ഡഡ് സ്കൂളിലെ ടീച്ചറാ. ഒരു വർഷമൊക്കെ. അത് കളിക്കില്ലോ. അതെ, എനിക്കൊരാളെ കാണാൻ. ആ? പിന്നെ കാണാം. അതെ, മാധവേട്ട എന്നോട് എല്ലാം പറഞ്ഞു. ഇപ്പൊ എല്ലാ കാര്യവും ശരിയായില്ലേ? ഇനി ജീവിതത്തിലൊരു കൂട്ടായിക്കൂടെ? ഒരു കൂട്ട് തന്നതിൻ്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. എനിക്കിനി വയ്യേ. അതെ, എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയല്ല. സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ട്. എൻ്റെ അറിവിൽ അങ്ങനെ ഒരാളില്ല. അങ്ങനെ ഒരാൾ വരികയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. ശരിയെന്നാ, കുറച്ച് തിരക്കുണ്ട്, പോട്ടെ. ഏയ്, നോക്കി പഠിപ്പിക്കാതെ ഈ ചായ വാങ്ങി കുടിക്കണോ? എൻ്റെ കൈ കഴിക്കുന്നുണ്ട്. പോയാളെന്തിനു തിരിച്ചു വന്നത്? ആരെയോ കാണണമെന്ന് പറഞ്ഞു പോയതല്ലേ? അത് പിന്നെയാ വന്നു വെച്ചു. പിന്നെ നിന്നെ ഇവിടെ നിർത്തിപ്പോയാലേ നീ വീണ്ടും കടലിൽ ചാടിയാലോ? എനിക്കെന്തായാലും ഹരിയേട്ടൻ എന്താ? എടോ, തൻ്റെ സ്നേഹം മനസ്സിലാവിച്ചിട്ടല്ല. ഒരിക്കൽ തോറ്റുപോയവനാ ഞാൻ. ഇപ്പോഴും അതിൻ്റെ മുറിവുകൾ എന്നെ കുത്തി നോവിക്കാറുണ്ട്. അറിയില്ല എനിക്ക് താൻ ആഗ്രഹിക്കുന്നൊരു സ്നേഹം തരാൻ പറ്റുമോ എന്ന്. വെറുതെ എന്തിനാ തൻ്റെ ജീവിതം ഞാനായിട്ട്? ഉടനൊരു ജീവിതത്തിലേക്ക് കടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഹരിയേട്ടന് ഇഷ്ടമാണ്. എൻ്റെ ജീവിതത്തിൽ വെളിച്ചം പകർന്ന ആളാണ്. എന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ, വിശ്വസിക്കാൻ പറ്റുമ്പോൾ, അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. അത്രയ്ക്കും കാത്തിരിക്കാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ലടോ. അത് ഹരിയേട്ടനാണോ നിശ്ചയിക്കുന്നത്? ഇതാ ചായ തണുത്ത് പോകുന്നു, വേഗം കുടിച്ചിട്ട് പോകാം. സമയം ഇരുട്ടി തുടങ്ങി. പേടിക്കണ്ട, ഞാൻ തന്നെ കൊണ്ടുവിടാന്നേ.